ഇറ്റലി തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനും അല്ലെങ്കിൽ പുറത്തുള്ള കാഴ്ചകൾ കാണുമ്പോഴത്തേന് തന്നെ ആ ഒരു വ്യത്യാസം നമുക്കറിയാം. സെക്സ് ടോയ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, ലൈവ് ന്യൂഡ് ഷോസ് ഒക്കെ കാണിക്കുന്ന ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെളിയിലൊക്കെ നിരുന്ന് ടവല് മാത്രമൊക്കെ ഇട്ടിരുന്ന് സ്ത്രീകൾ സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോയിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ, യൂറോപ്യൻ ലുക്കൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ, അത്യാവശ്യം നല്ല ഫോർമൽ ഡ്രസ്ഡ് അല്ല പക്ഷേ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ UN-ൻ്റെ പ്രതിനിധിയായിട്ട് പുള്ളി വരികയാണ്, സാറിൻ്റെ പേരും സാറിൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID അതിൻ്റെ കൂട്ടത്തിൽ സാറ് തരാൻ ഉദ്ദേശിക്കുന്ന ഡൊണേഷനും കൂടി ഇതിൽ എഴുതും എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്കൊരു ബോർഡ് തന്നു. അപ്പോഴാണ് എനിക്ക് കത്തിയത് അത് ഇതൊരു സ്കാമാണ്. അടുത്ത ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത് മ്യൂണിക്കിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പം ജർമ്മനിയിലുള്ള സ്ഥലമാണ് മ്യൂണിക്. അപ്പം മ്യൂണിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം പണ്ട് തൊട്ടേ ഹിസ്റ്ററി പുസ്തകങ്ങളെല്ലാം വായിച്ചേക്കുന്ന ഈ വേൾഡ് വാർ 2 കഥകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വീണ്ടും എത്താവുന്ന ദൂരം എന്ന് പറയുന്നത് ഈ പറയുന്ന മ്യൂണിക്കിനടുത്തുള്ള ഡാക്കൗ എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്യൂറിക്കിൽ നിന്ന് മ്യൂണിക്കിലേക്ക് ട്രെയിൻ കയറി അടുത്ത ദിവസം രാവിലെ ഏതോ ഒരു സ്റ്റേഷനൊക്കെ എത്തിയപ്പോഴത്തേക്കിന് എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് കയറി. അപ്പം ഏകദേശം എൻ്റെ പ്രായമൊക്കെ തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് വന്നിരിക്കുന്നത്. ആ ഒരു കോച്ചിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്, ഡോക്ടറാണ്. ഞാനങ്ങനെ എൻ്റെ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന സ്ഥലത്തേക്കൊക്കെ പോവുകയാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പുള്ളിയോടും ചോദിച്ചു പുള്ളി എന്ത് ചെയ്യുന്നു. ഞാൻ പുള്ളി പറഞ്ഞു പുള്ളിയും ഡോക്ടറായിരുന്നു പക്ഷേ ഡ്രോപ്പ് ഔട്ടാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറായിട്ട് മെഡിക്കൽ സ്കൂളിൽ നിന്നൊക്കെ ഡ്രോപ്പ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ എന്ത് പറ്റി, നിങ്ങൾക്ക് എന്താ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന എന്ത് പറ്റി പഠിച്ചു തീർക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു പുച്ഛഭാവം എനിക്കുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് ഡ്രോപ്പ് ഔട്ടാണ്. പുള്ളി 1-2 വർഷം പഠിച്ചു, അത് കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഇപ്പം പുള്ളിയും പുള്ളിയുടെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നാട്ടിൽ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ വോഗായിട്ട് കേൾക്കുന്ന പദങ്ങളാണ്. പക്ഷേ അന്നൊക്കെ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ റെയറായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ആ സ്റ്റാർട്ടപ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്ക് മനുഷ്യ ശരീരം എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കിനും നമുക്കുണ്ടാകാവുന്ന ഒരു കണ്ടീഷനാണ് ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നെക്രോസിസ് ബാധിച്ച് കറുത്ത് ആ ഭാഗം നമ്മുടെ ശരീരത്തിൽ നിന്ന് അടർന്നു പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് മഞ്ഞിലുള്ള സ്പോർട്സ് ചെയ്യുന്നവർക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു വാർണിംഗ്, ഒരു ഡിവൈസ് തരുവാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ മഞ്ഞിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കാം. അതായത് ഫ്രോസ്റ്റ് ബൈറ്റിലേക്ക് പോകാതെ അവർക്ക് എത്താം. അപ്പോൾ ഇത്തരം ഒരു ഡിവൈസ് ഇവരുടെ സ്റ്റാർട്ടപ്പ് കമ്പനി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിവൈസ് BMW BMW എന്നാണ് പറയുന്നത്, BMW സ്നോ മൊബൈൽ അല്ലെങ്കിൽ മഞ്ഞിൽ ഉപയോഗിക്കാവുന്ന വണ്ടികളിൽ ഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾക്ക് വേണ്ടി, അവരുടെ ഫൈനൽ ചർച്ചകൾക്ക് വേണ്ടി പുള്ളി ജർമ്മനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ നേരത്തെ ഉണ്ടായിരുന്ന ആ പുച്ഛമൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ ഞാൻ എൻ്റെ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും പറയുന്നതാണ്, നമ്മൾ നമ്മുടേതായ ഒരു പൊട്ടക്കണത്തിൽ കിടന്നുകൊണ്ട് നമ്മൾ ടണൽ വിഷനിൽ കൂടെ കാണരുത്. ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, എന്തെല്ലാം സാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിയണം, അത് വായിക്കണം അല്ലെങ്കിൽ യാത്ര ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഞാൻ മ്യൂണിക്കിൽ ഇറങ്ങി. അപ്പോൾ മ്യൂണിക്കിൽ ചെല്ലുമ്പോഴത്തേന് ഏകദേശം വൈകുന്നേരമായി. മ്യൂണിക്കിൽ ഉള്ളതിൽ ഏറ്റവും ചീപ്പായിട്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കിട്ടുന്ന ഒരു മുറിയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബഡ്ജറ്റ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിവ്യൂസൊക്കെ നോക്കി ഈ ലൊക്കേഷൻ ഏതാണ്, റെയിൽവേ സ്റ്റേഷൻ അടുത്താണോ മാത്രം നോക്കി അത് വെച്ചിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എല്ലാം പോകുമ്പോഴത്തേന് അന്ന് ഇതുപോലെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഒന്നും അത്രയും ഫ്രീ ആയിട്ടില്ല. ഞാൻ പലയിടത്തും ഓഫ്ലൈൻ മാപ്പുകൾ, ഗൂഗിളിൻ്റെ ഓഫ്ലൈൻ മാപ്പുകൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ലൊക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ നടന്ന് പോകുന്നതല്ല. അപ്പം വേറൊരാളുടെ അടുത്ത് ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ മ്യൂണിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ഓഫ്ലൈൻ മാപ്പ് എല്ലാം നോക്കി ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ഹോട്ടലിൻ്റെ അടുത്ത്, ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഒരു സെക്സ് ടോയ്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, ലൈവ് ന്യൂഡ് ഷോസ് ഒക്കെ കാണിക്കുന്ന ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെളിയിലൊക്കെ നിരുന്ന് ടവല് മാത്രമൊക്കെ ഇട്ടിരുന്ന് സ്ത്രീകൾ സിഗരറ്റ് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോയിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇതിൽ ഞാൻ നടന്ന് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേന് ഈ പറയുന്ന ലൊക്കേഷനിലെത്തി, ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലെ ലൊക്കേഷൻ. എങ്ങനെയാലും ഈ ഒരു മുറി ചെന്നു. ചെറിയൊരു ഇടുങ്ങിയൊരു മുറി, ഒരു ബിൽഡിങ്ങിൻ്റെ കോർണർ ഭാഗം അവരതങ്ങ് മുറി അങ്ങ് ആക്കി മാറ്റിയേക്കാണ്. അതുകൊണ്ടാണ് വളരെ ചീപ്പായിട്ട് കിട്ടിയത്. ഒരു മാട്രസും ഉണ്ട്, ഒരു അറ്റാച്ച്ഡ് ഒരു ടോയ്ലറ്റും ഉണ്ട്, അത്രമാത്രമേ ആ മുറിയിലുള്ളൂ. ഇല്ല, എനിക്കത് ഒരു രാത്രിക്ക് അത് മതിയായിരുന്നു. അപ്പോൾ അത് ആ മുറി ഉപയോഗിച്ചു. അടുത്ത ദിവസം രാവിലെ മ്യൂണിക്കിൽ നിന്ന് വീണ്ടും ട്രെയിനും ബസ്സും ഒക്കെ എടുത്ത് ഈ ഡാക്കൗ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് എത്തി.
ഡക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗേറ്റ്, അത് പണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഫംഗ്ഷനിങ് ആയിരുന്ന സമയത്തെ ഒരു ഗേറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ അതിൽ ജർമ്മനിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത് വർക്ക് സെറ്റ്സ് യു ഫ്രീ എന്നുള്ളതാണ്. നമുക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ കഥകളൊക്കെ അറിയാം. ജൂതന്മാരെയും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയും ഒക്കെ അവരവിടെ പണി എടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് പണിയെടുത്ത് അവർക്ക് പറ്റാത്തൊരു സ്റ്റേജാകുമ്പോൾ അവരെ കൊന്നുകളയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഓഡിയോ ടൂറിനുള്ള ഒരു സാധനം നമുക്ക് കിട്ടും. അത് ചെവിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ചെന്ന് കഴിയുമ്പോഴത്തേന് അതിൻ്റെ നമ്പർ വെച്ചിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓഡിയോ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അത് അകത്ത് ചെന്ന് നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഹെവി ഹാർട്ട് എന്നൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. അത് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സീൻസ് ആയിരുന്നു അകത്തെല്ലാം ഉണ്ടായിരുന്നു. അത് എത്രത്തോളം മനുഷ്യരെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എത്രത്തോളം സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവർ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നൊക്കെയുള്ളത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പം പലതരത്തിലുള്ള മനുഷ്യ എക്സ്പെരിമെൻറ്റ്സും ഒക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രിസണേഴ്സിനെ കൊണ്ട് പലതരത്തിലുള്ള പ്രഷർ ചേംബറുകളിലൊക്കെ കിടത്തുകയും, അതായത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫൈറ്റർ പ്ലെയിനുകളിൽ പോകുന്ന ജർമ്മൻ സോൾജേഴ്സ് പല അറ്റ്മോസ്ഫിയറിക് പ്രഷറിലൊക്കെ പോകുമ്പോഴത്തേന് അവർക്ക് എന്ത് തരം എഫക്റ്റാണ് മനുഷ്യ ശരീരത്തിനുണ്ടാകുന്നതെന്നുള്ളത് എക്സ്പെരിമെൻ്റായിട്ട് അവർ ചെയ്തത് ഈ പ്രിസണേഴ്സിൻ്റെ മേലാണ്. അപ്പോൾ ഇതൊക്കെ വളരെ അധികം സിസ്റ്റമാറ്റിക്കായിട്ട് അവർ ഡോക്യുമെൻ്റ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഓരോരോ പ്രിസണേഴ്സ് വന്നേക്കുന്ന അവരുടെ നഖത്തിൻ്റെ കഷ്ണങ്ങൾ, മുടിയുടെ കഷ്ണങ്ങൾ, അവരുടെ പേര്, വീട്ടുപേര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫയൽ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിങ്ങനെ പണിത് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ വരുന്ന തലമുറകൾ അറിയണം എത്രത്തോളം മോശമായിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ പറ്റും, ഒരു മനുഷ്യനല്ല ഒരു മനുഷ്യ സമൂഹത്തിന് പെരുമാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് തിരിച്ച് നമുക്ക് വേറൊന്നും നമുക്കിപ്പോൾ ആ ദിവസം ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ പറ്റാത്തത്തോളം ഒരു ഹെവി ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് ട്രെയിൻ കയറി സ്യൂറിക്ക് വഴി ക്യാമിലെത്തി. ആ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും ഒക്കെ ആയിട്ട് ഞാൻ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ തന്നെ എൻ്റെ ഫ്രണ്ട് സിത്താര സ്ഥിരമായിട്ട് പോകാറുള്ള ഒരു മൊണാസ്ട്രി അല്ലെങ്കിൽ ഒരു അബേ ഉണ്ട്. അതൊരു ഐൻസൈഡ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ അത് അവിടെ താമസിക്കുന്ന കാമിൽ നിന്ന് കുറച്ചുകൂടെ എലിവേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് എന്നെയും കൊണ്ടുപോയി. നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്നൊക്കെ റോമിലെ കിട്ടേക്കുന്ന ബസിലിക്കയുടെയൊക്കെ ഫ്രണ്ട് ഒത്തിരി വലുതാണ്. അതുപോലെ യൂറോപ്പിലെ തന്നെ ഒരു പള്ളിയുടെ മുൻഭാഗം ഒത്രയും എക്സ്പാൻഡ് ചെയ്ത് അല്ലെങ്കിൽ വലുതായിട്ട് കിടക്കുന്ന ഒരു പള്ളികളിൽ ഒന്നാണ് ഈ ഐൻസൈഡ് അബേ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മൊണാസ്ട്രിയും അവർ നടത്തുന്ന സ്കൂളും ഒക്കെ അതിനോട് ചേർന്നൊക്കെയുണ്ട്. അപ്പം നമ്മൾ തൃശ്ശൂരിൽ കറുത്തുമുത്തി എന്നൊക്കെ പറയുന്നത് പോലെ ഐൻസൈഡിലും ഒരു ബ്ലാക്ക് മഡോണയാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. മാതാവിൻ്റെ പേരിലുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ അവിടെ അകത്ത് ചെല്ലുമ്പോഴത്തേനും മാതാവിൻ്റെ രൂപം കറുത്ത ഒരു മാതാവിൻ്റെ രൂപമാണ്. അപ്പോൾ ഇതും ഭയങ്കര ഒരു ബൊറോക്ക് സ്റ്റൈൽ എന്നൊക്കെ പറയാവുന്ന ആർക്കിടെക്ചറാണ്. മേളിലേക്കൊക്കെ നോക്കുമ്പോഴത്തേന് പെയിൻറ്റിങ്സും അങ്ങനെ നമുക്ക് വേറൊരു ലോകത്താണ് എന്ന് തോന്നുന്ന പോലത്തെ അത്രയ്ക്കും വ്യത്യാസമുള്ള, അതായത് നമ്മൾ സാധാരണ കണ്ടുപരിചയമുള്ള പള്ളികളുടെ ഒരു ആർക്കിടെക്ചറൊന്നുമല്ല. പള്ളിക്കകത്ത് തന്നെ ചെറിയൊരു ചാപ്പൽ മാതാവിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പലരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, മെഴുതിരി കത്തിക്കുന്നു, അതെല്ലാം ചെയ്യുന്നു. അപ്പോൾ ഐൻസൈഡിൻ്റെ ആ പള്ളിയുടെ വെളിയിലാണെങ്കിലും ഒരു ഫൗണ്ടൻ ഉണ്ട്, മാതാവിൻ്റെ സ്റ്റാച്ചുവോട് കൂടി ഒരു ഫൗണ്ടൻ. അപ്പോൾ ആ ഫൗണ്ടനിലെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹീലിംഗ് പവേഴ്സ് ഉള്ള വെള്ളമാണ്, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഞാനും സുഹൃത്തും കൂടെ അതിൻ്റെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഐൻസൈഡിൽ നിന്ന് തിരിച്ച് വീണ്ടും ഡ്രൈവ് ചെയ്താണ് വരുന്നത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോഴത്തേന് എന്നെ അവിടെ കാണേണ്ട ഒരു കാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് സിത്താര എന്നെ ഒരു ഫാമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ ഫാമിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേന് അത് ഏകദേശം ഈവനിങ് സമയമാണ്. അപ്പോൾ ഫാമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും തന്നെ അവിടെ ലൈറ്റെല്ലാം കത്തി. അപ്പോൾ ആ ലൈറ്റ് കത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു ഫാമിലേക്ക് നമ്മൾ കയറി ചെന്നു എന്നുള്ളത്. ആൾക്കാരും ഇല്ല അത് മാൻ ചെയ്യാനോ അവിടെ അങ്ങനെ ജീവനക്കാരും ഇല്ല. അപ്പോൾ നമ്മൾ ചെല്ലുന്നു, നമ്മൾ തന്നെ ചെന്ന് ഫാമിനകത്തേക്ക് ഡോറ് തുറന്നകത്ത് കയറുമ്പോഴത്തേനും അവിടെ പല ടൈപ്പ് മുട്ടകളും അല്ലെങ്കിൽ ഫാം പ്രോഡക്ട്സും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചൂസ് ചെയ്ത് ഇന്ന കൗണ്ടർ ഇന്ന നമ്പറാണ് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പ്രോഡക്റ്റാണോ നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്ക് കിട്ടും. ഇതിൻ്റെ എല്ലാം അടുത്ത് തന്നെ ചെറിയൊരു ബോക്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ തന്നെ ബോക്സിനകത്ത് കുറച്ച് സ്വിസ് ഫ്രാങ്കുകളും നാണയങ്ങളും നോട്ടുകളും ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിപ്പോൾ ആരുടെ അടുത്ത് നമ്മളിത് പേ ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ സിത്താര പറഞ്ഞു ഇല്ല, അങ്ങനെ ആരുടെ അടുത്തും പേ ചെയ്യാനായിട്ടില്ല. നമ്മൾ എടുക്കുന്ന സാധനം എത്രയാണെന്നുള്ള വിലയെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുള്ള കാൽക്കുലേഷനൊക്കെ വരുത്തി എത്രയാണോ പൈസ അത് ഈ ബോക്സിനകത്തേക്ക് ഇട്ടിട്ട് പോരുക. അപ്പോൾ എനിക്കത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ആരുമില്ല ഇവിടെ. നമ്മൾ കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചത് വേണമെങ്കിൽ ഈ ബോക്സിൽ നിന്ന് കുറച്ച് പൈസയും കൂടെ ആൾക്കാർ എടുത്തിട്ട് പോകും എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത സാധനങ്ങൾക്കുള്ള പൈസയൊക്കെ അതിൻ്റെ അകത്തിട്ട് കുറച്ച് ആപ്പിൾ, കുറച്ച് മുട്ട, ഇതൊക്കെയാണ് ഞങ്ങൾ അന്ന് എടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് കാമിലെത്തി. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം മയോർക്ക എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോവുകയാണ്. മയോർക്ക എന്ന് പറയുന്നത് സ്പെയിനിലുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ സ്പെയിനിൻ്റെ മെയിൻ ലാൻഡിനോട് ചേർന്നല്ല, കുറച്ചുകൂടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റൊക്കെ ഉള്ളൊരു കുറച്ച് മാറിക്കിടക്കുന്ന ഒരു ഐലൻഡാണ് മയോർക്ക. ഈ മയോർക്ക ചൂസ് ചെയ്യാനുള്ള കാരണം
സിതാരയും മോഹനും ഒക്കെ വർക്ക് ചെയ്യുന്നത് ജർമ്മൻസിൻ്റെ ഒക്കെ കൂട്ടത്തിലാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് വെക്കേഷന് പോകുന്നൊരു സ്ഥലം എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ മയോർക്ക ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം അത് റാഫേൽ നഡാലിൻ്റെ സ്ഥലം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ടെന്നീസിലെ ഓൾ ടൈം ഗ്രേറ്റ് ആയിട്ടൊക്കെ പറയപ്പെടുന്ന ഒരു കളിക്കാരനാണ് റാഫേൽ നഡാൽ. അപ്പോൾ നഡാലിൻ്റെ സ്ഥലത്തുനിന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അല്ലാതെ മയോർക്കയിൽ എന്ത് കാണണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നഡാലിൻ്റെ സ്ഥലത്തെത്തുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അടുത്ത ദിവസം അവിടുന്ന് സ്യൂറിക്കിൽ നിന്നാണ് ഫ്ലൈറ്റ്. ബെർലിൻ എയറിൻ്റെ ഫ്ലൈറ്റിൽ മയോർക്കയിലെ മെയിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. മയോർക്കയിൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ചെന്നിറങ്ങുമ്പോഴത്തേനുള്ള എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഈ എയർപോർട്ടിലാണ്. ഓരോ ഗ്രാൻഡ് സ്ലാം ജയിച്ച് കഴിയുമ്പോഴത്തേക്കും നഡാൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് പ്രസിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് അവിടുന്ന് പ്രസ് കോൺഫറൻസ് നടന്നത്. അപ്പോൾ ഈ എയർപോർട്ടിലാണല്ലോ നടക്കുന്നതെന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അവിടുന്ന് ഡ്രൈവ് ചെയ്ത് 2 ദിവസം അവിടെ ഒരു ബീച്ചിനടുത്താണ് ഞങ്ങൾ താമസിച്ചതുമല്ല. അടുത്ത ദിവസം അവിടുന്ന് മെനോർക്ക എന്ന് പറയുന്ന, അതിൻ്റെ തന്നെ മയോർക്ക എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, മെനോർക്ക എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഐലൻഡിലേക്ക് ഒരു ഫെറി ഉണ്ട്. അപ്പോൾ ആ ഫെറി പിടിച്ച് ആ ഒരു ഐലൻഡ് പോവുക. അവിടെ ഒരു കത്തീഡ്രലും അവിടുത്തെ ഒരു ഓൾഡ് ടൗണും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാമെന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ അന്ന് ഫെറിയിൽ അടുത്ത ദിവസം രാവിലെ, അപ്പം ഈ മയോർക്കയുടെ മെയിൻ ഐലൻഡിലെ അൽക്കുഡിയ എന്ന് പറയുന്നൊരു സ്ഥലമാണ്, അതാണ് പോർട്ട്. അപ്പോൾ ആ പോർട്ടിൽ നിന്നാണ് ഫെറി പിടിച്ച് നമ്മൾ സിറ്റഡെല്ല എന്ന് പറയുന്ന ഈ പറയുന്ന മെനോർക്ക എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫെറിയൊക്കെ പോയി. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയൊന്നുമല്ല, ചുമ്മാ ഒരു രസം എന്നുള്ള രീതിയിൽ സ്പാനിഷ് വാക്കുകൾ നമ്മൾ മൊബൈലിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പ് ത്രൂ സ്പാനിഷ് വാക്കുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ സ്പെയിനിൽ പോകും, പിന്നീട് സ്പെയിനിൽ പോയി ജോലി ചെയ്യണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല, ചുമ്മാ ഒരു രസത്തിന് വേണ്ടി സിനിമയൊക്കെ കാണുന്നതിൻ്റെ ഇതിൻ്റെ പുറത്ത് പഠിച്ചതാണ്. അപ്പം ഞാൻ ഈ ഫെറിയിൽ പോകുമ്പോഴത്തേന് അവിടെ ഒരു ചെറിയൊരു കൗണ്ടറുണ്ട്, അവർ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വിൽക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ പോയി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ക്യൂ നിൽക്കുമ്പോഴത്തേന് എനിക്ക് കാണാൻ മുന്നിലുള്ളവർ പലതും മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു ബീർ മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പോൾ എന്ത് സാൻഡ്വിച്ച് പറയണം എന്നുള്ളപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിച്ചു. അപ്പോൾ ഒരു നോൺ വെജ് അല്ലെങ്കിൽ ഒരു ചിക്കൻ സാൻഡ്വിച്ച് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേന് എനിക്ക് 2 വാക്കുകളാണ്, എനിക്കൊരു ചിക്കൻ അല്ലെങ്കിൽ നോൺ വെജ് എന്ന് പറയാൻ വേണ്ടി കാർണെ എന്ന് പറയുന്നൊരു വാക്കാണുള്ളത്. കാർണെ എന്ന് പറഞ്ഞാൽ നോൺ വെജ് അല്ലെങ്കിൽ മീറ്റ് എന്നാണ് അർത്ഥം. സെർവേസ എന്ന് പറഞ്ഞാൽ അത് ബിയർ ആണെന്നുള്ളതാണ്. ഞാൻ ഈ ക്യൂവിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഫെറി ഇങ്ങനെ വെള്ളത്തിൽ കിടന്നിങ്ങനെ ആടി ഒലഞ്ഞൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ ആടുന്നു. എന്നിട്ട് ഈ ക്യൂവിലെത്തി മുന്നിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ സാൻഡ്വിച്ച് ഞാനിങ്ങനെ ചൂണ്ടിക്കാണിച്ചു. സാൻഡ്വിച്ചിൻ്റെ സ്പാനിഷ് ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ആ കൗണ്ടറിൽ നിൽക്കുന്നവർക്കും ഇംഗ്ലീഷൊന്നും അറിയാൻ മേലാത്ത അങ്ങനത്തെ തനി ലോക്കൽ ആൾക്കാരാണ്. എന്നിട്ട് ഞാൻ സാൻഡ്വിച്ച് കാണിച്ചു. അപ്പോൾ സാൻഡ്വിച്ച് അപ്പോൾ നമുക്ക് നോൺ വെജ് വേണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അപ്പോഴത്തെ ഒരു കൺഫ്യൂഷൻ, ഞാൻ സെർവേസ എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച നോൺ വെജ് ആണ്. അപ്പോൾ അവർ പെട്ടെന്നൊരു ബീറിൻ്റെ ഒരു കുപ്പി എടുത്ത് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ല, അപ്പം സെർവേസ. അപ്പം അവർ വീണ്ടും ഒരു സെർവേസയും കൂടെ തന്നു. ഞാൻ പറഞ്ഞു ഇതല്ല, പിന്നെ ഉള്ള സാൻഡ്വിച്ച് എന്നിട്ട് സെർവേസ ഞാൻ അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ കാർണെ എന്നുള്ള വാക്കായിരുന്നു ഞാൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഉള്ള സാൻഡ്വിച്ചും കൊണ്ട് ഞാൻ അകത്ത് പോയി. അത് കറക്റ്റ് നോൺ വെജ് അല്ലായിരുന്നു, അത് വെജ് സാൻഡ്വിച്ച് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫെറിയിൽ സിറ്റഡെല്ല എന്ന് പറയുന്ന പോർട്ടിലെത്തി. അപ്പോൾ അവിടെ ചെന്ന് ഒരു സൈക്കിൾ റെൻറ്റിനെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാം കോബിൾഡ് സ്ട്രീറ്റ്സ് ആണ്, ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ പാതിയിരിക്കുന്ന സ്ട്രീറ്റുകൾ, അങ്ങനെ ടാറിട്ട റോഡുകളൊന്നുമല്ല. ഇതൊരു മെഡിറ്ററേനിയൻ ഫീലാണ്. മൊത്തത്തിലൊരു ബ്രൗണിഷ് ടിഞ്ചാണ് എല്ലാത്തിനും. ബിൽഡിങ്ങുകൾക്ക് ബ്രൗൺ കളറാണ്. മൊത്തത്തിലൊരു പൊടി പിടിച്ചാന്ന് പറയാൻ പറ്റുകയില്ല, പക്ഷേ ഒരു ബ്രൗൺ ആണ് മൊത്തത്തിൽ. അപ്പോൾ ആ സ്ട്രീറ്റുകളിലൂടെയെല്ലാം ഞങ്ങൾ സൈക്കിൾ റെൻറ്റിനെടുത്ത് അത് കറങ്ങി അവിടുത്തെ മ്യൂസിയംസ് കണ്ടു, കത്തീഡ്രൽ കണ്ടു. ഇതെല്ലാം സൈക്കിളിലാണ് കറങ്ങുന്നത്. അപ്പം എൻ്റെ സ്കൂൾ കാലത്ത് സൈക്കിൾ ഓടിച്ചതിന് ശേഷം പിന്നെ ഞാൻ സ്പെയിനിലാണ് സൈക്കിൾ ഓടിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞ് എൻ്റെ വീട്ടുകാരോടൊക്കെ പറയാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ച് വീണ്ടും പോർട്ടിൽ അന്ന് വൈകുന്നേരം തന്നെ വീണ്ടും അടുത്ത ഫെറിക്ക് ഞങ്ങൾ തിരിച്ച് മെയിൻ ലാൻഡിലേക്ക് എത്തി. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും അവിടുന്ന് ഫ്ലൈറ്റിൽ തിരിച്ച് സ്യൂറിക്കിലെത്തി. സ്യൂറിക്കിൽ നിന്ന് തിരിച്ച് കാമിലും വന്നു. അടുത്ത ദിവസം ഞാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് മാറുകയാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇനിയുള്ള 2 ദിവസങ്ങൾ ഞാൻ ഇറ്റലിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇറ്റലിയിൽ നിന്ന് തിരിച്ച് വീണ്ടും സ്വിറ്റ്സർലൻഡിലെത്തും. പക്ഷെ അത് സ്ഥലങ്ങളൊന്നും കാണാനായിരിക്കുകയില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി അവിടുന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റലിയിലേക്ക് പോകാൻ ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത് ഫ്ലോറൻസ്, പിസ എന്ന 2 നഗരങ്ങളാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ സ്വിറ്റ്സർലൻഡിൽ വന്നിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ബർത്ത്ഡേ പാർട്ടിയിൽ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇറ്റലിയിലേക്ക് പോകുമ്പോഴത്തേന് പേടിക്കേണ്ടതുണ്ട്. കാരണം അവിടെ ഒത്തിരി പിടിച്ചുപറിക്കാർ അല്ലെങ്കിൽ പിക്ക് പോക്കറ്റ്സും ഒക്കെ ഉള്ളവരാണ്. പല സ്ഥലത്തു നിന്നുള്ള റെഫ്യൂജീസും ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ സ്വിറ്റ്സർലൻഡിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ കിട്ടുന്ന ആ ഒരു എഫിഷ്യൻസിയോ അല്ലെങ്കിൽ ക്ലീൻലിനെസ്സോ അല്ലെങ്കിൽ സേഫ്റ്റിയോ ഇറ്റലിയിൽ കിട്ടില്ല.
അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ വാല്യുബിൾസ് ഉണ്ടോ അതെല്ലാം തന്നെ വളരെയധികം സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. നമ്മൾ പൈസയാണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് വെക്കണം, പോക്കറ്റിൽ വെക്കണം, പാൻസിൽ വെക്കണം, കുറച്ച് പൈസ വേണമെങ്കിൽ ഷൂസിൻ്റെ അടിയിലും വെച്ചോളൂ. കാരണം ഒത്തിരി അന്ന് ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ ഇറ്റലിയിൽ ചെന്നിട്ട് കിട്ടിയതിൻ്റെ പറയാനായിട്ടുണ്ട്, അവർക്കോ അല്ലെങ്കിൽ അവരുടെ അടുത്തറിയാവുന്ന ആൾക്കാർക്കോ. അപ്പോൾ ഇറ്റലിയിലേക്ക് പോകുമ്പോഴത്തേന് ഞാനപ്പോൾ ഇതെല്ലാം വെച്ചിട്ടുള്ളൊരു പേടിയോടുകൂടിയാണ് ഞാൻ ഇറ്റലിയിലേക്ക് പോകുന്നത്. അടുത്ത ദിവസം രാവിലെ ട്രെയിൻ കയറി ഫ്ലോറൻസിലേക്കുള്ള ട്രെയിനാണ്. അപ്പോൾ നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യും, സ്വിറ്റ്സർലൻഡ് ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ സദേൺ സൈഡിലായിട്ടാണ് ഇറ്റലി വരിക. ബോർഡർ ക്രോസ് ചെയ്ത് ഇറ്റലി തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനും അല്ലെങ്കിൽ പുറത്തുള്ള കാഴ്ചകൾ കാണുമ്പോഴത്തേന് തന്നെ ആ ഒരു വ്യത്യാസം നമുക്കറിയാം. കാരണം റെയിൽവേ സ്റ്റേഷനൊക്കെ അത്ര ക്ലീൻ അല്ല, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള കോൺക്രീറ്റ് പാളികളൊക്കെ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നു, പലതരം ഗ്രഫിറ്റികളൊക്കെ ഗവൺമെൻറ്റിനെതിരെയും അല്ലാതെയുള്ള ഗ്രഫിറ്റികളൊക്കെ പലയിടത്തും വരച്ചു വെച്ചിരിക്കുന്നു. ഇതെല്ലാം കണ്ട് ഞാൻ എപ്പോഴും നമുക്കൊരു അപ്രിഹെൻഷനുണ്ട്. അങ്ങനെ ഫ്ലോറൻസിൽ ചെന്നിറങ്ങി, ഫ്ലോറൻസിൽ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി മെയിൻ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒക്കെയാണ് ഫ്ലോറൻസിൻ്റെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ തന്നെ കുറച്ച് 2-3 ഭിക്ഷക്കാരൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പാത്രമൊക്കെ നീട്ടി ഇങ്ങനെ കോയിനൊക്കെ നീട്ടി ചോദിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്ന പിന്നെ ഞാൻ ഭിക്ഷക്കാരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു എക്കണോമിക് കണ്ടീഷനെ കുറിച്ചൊക്കെയുള്ള വീണ്ടും ഈ പറഞ്ഞ് വെച്ച് പേടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ശരിയാണല്ലോ എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഗൂഗിൾ മാപ്സ് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഞാൻ എൻ്റെ ലൊക്കേഷൻ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കി ലക്ഷ്യം വെച്ച് ഞാൻ നടന്നു. നോക്കിയപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ഒരു സ്റ്റോൺ വെച്ച ഒരു ഫെസാഡാണ്. അപ്പോൾ ആ സ്റ്റോണയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹോട്ടലിൻ്റെ പേര്. ഞാനിപ്പോൾ ഇവിടെ ചെന്ന് ബെല്ലൊക്കെ അടിച്ചു. പെട്ടെന്ന് മേളിൽ ക്യാമറയൊക്കെ തിരിഞ്ഞ് എന്നെ നോക്കുന്നത് എനിക്ക് കാണാം. അപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു സ്വരം വന്നു, ഓക്കെ ആരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നയാളാണ്, റൂം ബുക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോറ് പയ്യെ അകത്തുനിന്ന് തന്നെ അത് തുറന്നു വന്നു. ഞാനത് തള്ളി തുറന്നകത്ത് കയറി. ഞാൻ ചെന്നപ്പോഴത്തേനും ചെറിയൊരു റിസപ്ഷൻ ഏരിയ, ഒരു കന്യാസ്ത്രീ അവിടെ നിൽക്കുന്നു. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഒരു കന്യാസ്ത്രീനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം വീണ്ടും എനിക്ക് സംശയം, ചേട്ടാ ഇനിയിപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കല്ലേ വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഹോട്ടലൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ എന്തിനാ ബുക്ക് ചെയ്തേക്കുന്നതിൻ്റെ റിസർവേഷൻ പേപ്പർ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനതെടുത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ഹോട്ടലൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് മലയാളത്തിൽ ഇങ്ങോട്ട് ചോദിച്ചു, നാട്ടിൽ എവിടെ നിന്നാണ്? അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പം മോൻ നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി മലയാളിയുടെ ഒരു ഫീച്ചറൊക്കെ ഉള്ളൊരു മുഖമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ടെൻഷനിലൊക്കെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. നാട്ടിലെവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേന് തന്നെ നമ്മുടെ ആ ഒരു ടെൻഷനും അതെല്ലാം അങ്ങ് അലിഞ്ഞങ്ങ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കോട്ടയത്തു നിന്ന് വരുവാണ്, അപ്പോൾ ഇറ്റലി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പേടിപ്പിച്ച കാരണം ഞാൻ ആകെ ഒരു ടെൻഷനായിട്ടാണ് വന്നത്. സിസ്റ്റർ പറഞ്ഞു, അതെ ഇറ്റലിയിൽ സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ പരിചയപ്പെട്ട സിസ്റ്ററും കാഞ്ഞിരപ്പള്ളിക്കാരിയാണ്. അപ്പോൾ ഞാൻ ചെക്കിനൊക്കെ ചെയ്ത് മുറിയിൽ ബാഗൊക്കെ വെച്ച് റിഫ്രഷ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിസ്റ്റർ അവിടെ വാതിൽക്കൽ വീണ്ടും റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എന്താ പ്ലാൻ, ഫ്ലോറൻസിൽ വന്നിട്ട് എന്താ കാണുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഇന്ന കത്തീഡ്രൽ കാണാനായിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഡേവിഡ് കാണുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡേവിഡോ? അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്, മൈക്കൽ ആഞ്ചലോയുടെ ഡേവിഡ് എന്ന് പറയുന്ന സ്റ്റാച്ചു ഫ്ലോറൻസിലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത്. അവിടുത്തെ അക്കാഡമിയ ഗാലറിയിലാണ് ഡേവിഡിൻ്റെ സ്റ്റാച്ചു ഉള്ളത്. അപ്പം സിസ്റ്റർ പറഞ്ഞു, അത് ഫ്ലോറൻസ് വന്നു കഴിഞ്ഞാൽ അത് കാണേണ്ട ഒരു കാഴ്ചയല്ലേ? ഞാൻ പറഞ്ഞു, അത് ആണ്, പക്ഷേ അത് നേരത്തെ ബുക്ക് ചെയ്യണം, അങ്ങനെ ഓൺലൈൻ ടിക്കറ്റൊക്കെ വേണ്ടതല്ലേ, അതപ്പോൾ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. സിസ്റ്റർ പറഞ്ഞു, ഇവിടെ താമസിച്ച ഒരാൾ, പുള്ളിക്ക് കുറച്ച് നേരത്തെ പുള്ളിയുടെ ട്രിപ്പ് അവസാനിപ്പിച്ച് പോകേണ്ടി വന്നു. അപ്പം പുള്ളി കൗണ്ടറിൽ ഒരു ടിക്കറ്റ് തന്നിട്ടുണ്ട്, ഈ അക്കാഡമിയ ഗാലറിയിലേക്കുള്ള ടിക്കറ്റാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലത്തേക്കിനുള്ളതാണ്. അപ്പോൾ അത് താല്പര്യമുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താല്പര്യം ഉണ്ടോയെന്നോ, തന്നോളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ടിക്കറ്റും നമുക്ക് കിട്ടി. അപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് വേറെ പ്ലാനുകളില്ല. ഞാനിപ്പം കത്തീഡ്രൽ അല്ലെങ്കിൽ സ്ട്രീറ്റിലൂടെ പോകുന്നതെല്ലാം തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും പണ്ട് 10, 400, 500 വർഷങ്ങൾക്ക് മുമ്പ് പണിത ബിൽഡിങ്ങുകളും സ്ട്രക്ചറുകളും ഒക്കെയാണ്. അപ്പം ഫോട്ടോ എടുത്ത് നടക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം രാവിലെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് പിസയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ടിക്കറ്റ് കിട്ടിയേക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ ഈ അക്കാഡമി ഗാലറിയിലേക്ക് പോകാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ഞാൻ കാണുന്നത് നീണ്ട ക്യൂ ആണ്. കാരണം അവിടുന്ന് ആ സമയത്ത് ഓഫ്ലൈനായിട്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ടിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു കൗണ്ടറുണ്ട്, അതുവഴി നമുക്ക് പെട്ടെന്ന് പ്രയോറിറ്റി പാസ് പോലെ നമുക്ക് കയറി ചെല്ലാം. അപ്പോൾ ഞാനപ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഞാനിങ്ങനെ അവരുടെ എല്ലാം മുന്നിൽ കൂടെ നല്ല കൂളായിട്ട് നടന്ന് ചെന്ന് ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറി. ഡേവിഡ് സ്റ്റാച്ചു എന്നൊക്കെ നമ്മളിങ്ങനെ കാര്യമായിട്ട് വായിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടെന്ന് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ധാരണയൊന്നുമില്ല. സ്കൾപ്റ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ആർട്ടിനെ കുറിച്ചോ ഒന്നും അങ്ങനെ വലിയ അറിവില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഒക്കെ കണ്ട് ഒരു ടേൺ തിരിഞ്ഞ് നമ്മൾ അകത്ത് കഴിയുമ്പോഴത്തേനാണ് അങ്ങേയറ്റത്ത് ഈ ഡേവിഡിൻ്റെ സ്റ്റാച്ചു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ടേൺ തിരിഞ്ഞ് നമ്മൾ ഈ സ്റ്റാച്ചു കണ്ടത് നമ്മൾ നിന്ന് പോകും. അതുപോലത്തെ ഒരു വർക്കാണ്. അപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണെങ്കിലും അത്തരം ഒരു സെറ്റപ്പിലാണ്.
അപ്പോൾ അത് വളരെ റിയൽ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം സാധാരണ ഒരു മനുഷ്യനേക്കാട്ടിലും വലുപ്പത്തിലാണ് ഡേവിഡിൻ്റെ ബോഡി വെച്ചിരിക്കുന്നത്. ബിബ്ലിക്കൽ സ്റ്റോറി ആയിട്ടുള്ള ദാവീദ് ഗോലിയാത്തിൻ്റെ ഡേവിഡ് ആ ഗോലിയാത്തിനെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പുള്ള ആ ഒരു സീനാണ് മൈക്കൽ ആഞ്ചലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ ആർട്ടിനെ കുറിച്ച് യാതൊരുവിധ അറിവില്ലാത്ത എനിക്കും അത് കണ്ടാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇതിനെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇത്രയും വർഷങ്ങളായിട്ട് വലിയൊരു മഹാസൃഷ്ടിയായിട്ട് അതിനെ കാണുന്നതെന്നുള്ളത്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ കയ്യിലൊക്കെ മസിലുകളുടെ വെയിൻ പോകുന്നതും അല്ലെങ്കിൽ മസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതും ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങളും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അത് കൊത്തി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു മാർബിൾ കല്ലിൽ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലുള്ള ഒരു സൃഷ്ടി. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ പുറത്തിറങ്ങി അതിനുശേഷം ഒരു ട്രെയിൻ പിടിച്ച് പിസ്സയിലേക്ക് പോയി. ലീനിങ് ടവർ ഓഫ് പിസ്സ കാണുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതൊരു ഏകദേശം ഒരു മണിക്കൂറോളമുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. അപ്പോൾ പിസ്സയിലും ഒരു ലൊക്കേഷനിലാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എല്ലാം ഉള്ളത്. ലീനിങ് ടവർ ഉണ്ട്, ഒരു കത്തീഡ്രൽ ഉണ്ട്, ഒരു ബാപ്റ്റിസ്ട്രി ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു പിസ്സ സെൻറ്ററിലെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇതെല്ലാം മാപ്പെല്ലാം വെച്ച് അവിടെ ചെന്നു. ലീനിങ് ടവറിൻ്റെ മേളിൽ കയറാനൊന്നും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ താല്പര്യമില്ലായിരുന്നു. അതിൻ്റെ എല്ലാം ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ചെരിഞ്ഞിരിക്കുന്ന ഗോപുരത്തെ ഫോട്ടോയ്ക്കകത്തോടെ പിടിച്ച് നേരെയാക്കാൻ വേണ്ടിയുള്ള ഗോഷ്ഠികളൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് സോളോ ട്രാവലിൽ ഒരു പ്രശ്നം അതാണല്ലോ, നമ്മുടെ ഫോട്ടോ ആരും എടുക്കാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ, യൂറോപ്യൻ ലുക്കൊക്കെ ഉള്ളൊരു ചെറുപ്പക്കാരൻ, അത്യാവശ്യം നല്ല ഫോർമൽ ഡ്രസ്ഡ് അല്ല പക്ഷേ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പം പുള്ളി അപ്പോൾ ഒരു ടാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്, UN ഒക്കെ എഴുതിയേക്കുന്ന ഒരു ബ്ലൂ ടാഗാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ UN-ൻ്റെ പ്രതിനിധിയായിട്ട് പുള്ളി വരികയാണ്. പുള്ളി ഇങ്ങനെ പല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ UN ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഇന്ന ഹോസ്പിറ്റലുണ്ട്, അപ്പം കുറേ കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട്. കുറച്ചങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു, ഓക്കെ സാറിൻ്റെ പേരും സാറിൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID അതിൻ്റെ കൂട്ടത്തിൽ സാറ് തരാൻ ഉദ്ദേശിക്കുന്ന ഡൊണേഷനും കൂടി ഇതിൽ എഴുതും എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്കൊരു ബോർഡ് തന്നു. അപ്പോഴാണ് എനിക്ക് കത്തിയത് ഇതൊരു സ്കാമാണ്. അപ്പോൾ പുള്ളി UN ആണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ ഇന്ന് പൈസ മേടിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അത് ഞാൻ ആ ബോർഡ് നോക്കിയപ്പോൾ ഞാൻ അത് എഴുതിയിരിക്കുന്നത് €100 അല്ലെങ്കിൽ €200 എന്നൊക്കെ പറയുന്നത് വലിയ വലിയ സംഖ്യകളാണ്. അപ്പോൾ €100 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതൊരു 10,000 രൂപയാണ്. അപ്പോഴാണ് എൻ്റെ മലയാളി സടകുടഞ്ഞ് എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഓക്കെ ഇതെൻ്റെ കയ്യിൽ ട്രാവൽ കാർഡ് മാത്രമേ ഉള്ളൂ, എൻ്റെ ക്യാഷ് ഒന്നും ഇല്ല, അപ്പോൾ എനിക്ക് തരാനായിട്ടൊന്നും മാർഗ്ഗമൊന്നുമില്ല. അവന് പിന്നെ മനസ്സോടെ എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങ് പോന്നു. തിരിച്ച് വീണ്ടും പിസയിൽ നിന്ന് ഫ്ലോറൻസിലേക്ക് ട്രെയിൻ കയറി. ഫ്ലോറൻസിൽ അന്ന് വൈകുന്നേരം കൂടെ മാത്രമേ ഫ്ലോറൻസിലുള്ളൂ. അപ്പം ഫ്ലോറൻസിൽ ഒരു പോർസലീനോ എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലിസ്റ്റിനകത്തുള്ള ഒരു സാധനമാണ് ഈ പോർസലീൻ എന്ന് പറയുന്ന സ്റ്റാച്ചു. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് അധികം വായിച്ചിട്ടൊന്നുമില്ല. പോകുന്നതിന് തലേദിവസം പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ അതാണ് ഞാൻ മിസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ ഈ പോർസലീനോ സ്റ്റാച്ചു ഏതാണെന്നുള്ളത് മാപ്പിനകത്ത് നോക്കി അവിടെ ചെന്നു. അപ്പോൾ അതൊരു ലെതർ പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ സൈഡിലാണ് ഈ സ്റ്റാച്ചു ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാച്ചു ആണെന്ന് പറഞ്ഞ് തപ്പിച്ചെന്നില്ല എന്നുണ്ടെങ്കിൽ മിസ്സാകുന്ന രീതിയിലാണ്. അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയില്ല. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ അതിനെ ചുറ്റും നിൽപ്പുണ്ട്. അതൊരു പന്നിയുടെ സ്റ്റാച്ചു ആണ്, ഒരു ബ്രോൺസ് സ്റ്റാച്ചു ആണ്. പന്നിയുടെ മൂക്കിൽ തൊടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് ഫോർച്യൂൺ കിട്ടുമെന്നും നമ്മൾ വീണ്ടും ഫ്ലോറൻസിലേക്ക് വരാൻ ഇടയാകും എന്നൊക്കെയാണ്. അപ്പോൾ അത് പണ്ട് ഫ്ലോറൻസ് റിനേസൻസിൻ്റെ ഒക്കെ കാലത്ത് ഫ്ലോറൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നായിരുന്നു. ഫ്ലോറൻസിലേക്ക് വീണ്ടും വരിക എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് ഫോർച്യൂൺ കിട്ടുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ആ ലെജൻഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ മാർക്കറ്റിൽ വെച്ചിരിക്കുന്നത് ഒരു റെപ്ലിക്കയാണ്. അതിൻ്റെ ഒറിജിനൽ സാധനം ഒരു മ്യൂസിയത്തിൽ ഇരിക്കുകയാണ്, പക്ഷേ ഇതൊരു റെപ്ലിക്കയാണ്. പക്ഷേ ആൾക്കാരെല്ലാം വന്ന് ഈ മൂക്കെ തൊടുന്നത് കൊണ്ട് തന്നെ ആ മൂക്കിൻ്റെ ഭാഗം, ബ്രോൺസ് ഭാഗമെല്ലാം ഇങ്ങനെ നല്ല മിനുസമായിട്ട് നല്ല തിളങ്ങിയാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളത് കുറച്ച് പഴയ പോലെ ഒരു ഫീലുമുണ്ട്. അപ്പോൾ ഞാനും കരുതി ശരി, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഭാഗ്യം കിട്ടാതിരിക്കണ്ട എന്നുകൊണ്ട് ഞാനും പോയി. ആൾക്കാർ മാറുന്നതിന് എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ മാറുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഞാനും അതിൻ്റെ മൂക്കിലൊക്കെ തൊട്ടു. അതിൻ്റെ രസം എന്തെന്ന് വെച്ചാൽ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിവാഹിതനായി. ഭാര്യയുമൊപ്പം ഞാനൊരു യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കിന് ഞാൻ ഈ കഥകളൊക്കെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഉറപ്പായിട്ട് കാണണമെന്ന് പുള്ളിക്കാരി ഇട്ട ലിസ്റ്റിനകത്തുള്ളത് പിസ്സയും ഫ്ലോറൻസും ഒക്കെയാണ്. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഫ്ലോറൻസിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലോറൻസിൽ എത്തിയപ്പോഴത്തേന് ഭാര്യ പോയി മൂക്കയിൽ തൊട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തൊടുന്നില്ല, ഇനിയിപ്പോൾ എനിക്ക് വീണ്ടും ഉടനെ ഫ്ലോറൻസ് വരണ്ട. ഫ്ലോറൻസ് വളരെ മനോഹരമായ നഗരമാണ്, പക്ഷേ ഉടനെ എങ്ങനെ ഈ ഫ്ലോറൻസിൽ വരണ്ട. അപ്പം ഭാര്യ തൊട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഭാര്യയുമായിട്ട് ട്രിപ്പ് പോകുമ്പോൾ വീണ്ടും ഫ്ലോറൻസിൽ എത്തുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്നാലും അവിടെ ആ പോർസലീനോ ഫൗണ്ടൻ്റെയൊക്കെ അടുത്തിരുന്ന് ഞാൻ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഫ്ലോറൻസിൽ നിന്ന് ഞാൻ തിരിച്ച് സ്വിറ്റ്സർലൻഡിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഞാൻ അന്ന് സ്റ്റേ ചെയ്തു. അടുത്ത ദിവസം ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ് എൻ്റെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റ്, ഏകദേശം 1:30 കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു. അടുത്ത ദിവസം സെപ്റ്റംബർ 18 രാവിലെ
8 മണിയോടുകൂടി ബോംബെ ത്രൂ ഞാൻ കൊച്ചിയിൽ വന്ന് ലാൻഡ് ചെയ്തു. അങ്ങനെ 17 ദിവസത്തെ യൂറോപ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ ലാൻഡ് ചെയ്തു. ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ആ ട്രിപ്പിലൂടെ എനിക്ക് ലഭിച്ചത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതാണ് യൂറോപ്പിലേക്ക് പോയത്, ഒട്ടും പ്ലാനിങ് ഇല്ലാതെ പോയതാണ്. എങ്കിൽ പോലും നമ്മുടെ കൾച്ചറിൽ നിന്ന് എത്രമാത്രം അവിടെ കൾച്ചർ വ്യത്യാസമാണെന്നുള്ള വ്യത്യാസങ്ങളൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചു. തീർച്ചയായിട്ടും പഠിക്കേണ്ട ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. സിവിക് സെൻസ് എന്നുള്ളത് നമ്മൾ അതോറിറ്റീസിന് വിട്ടുകൊടുക്കേണ്ടതല്ല, നമ്മൾ ഓരോരുത്തരും ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടതാണ് സിവിക് സെൻസ് എന്നുള്ള വലിയൊരു പാഠവും. അതെങ്ങനെ നല്ലതായിട്ട് നടപ്പാക്കിയാൽ ആ ഒരു സ്ഥലം തന്നെ നല്ലതാകുമെന്നുള്ളതൊക്കെ എനിക്ക് ഈ യാത്രയിലൂടെ പഠിക്കാൻ പറ്റി. ഇത്രയും നേരം എൻ്റെ അനുഭവങ്ങളെല്ലാം കേട്ടിരുന്ന പ്രേക്ഷകർക്ക് നന്ദി.